ജനം ടിവിയുടെ തത്സമയ ജനകീയ സംവാദ പരിപാടിയായ ജനസഭ അലങ്കോലപ്പെടുത്തി കോൺഗ്രസ് പ്രവർത്തകർ. പാലക്കാട് കോട്ട മൈതാനത്ത് വെച്ചായിരുന്നു ജനസഭ ചേർന്നത്. തുടർന്നാണ് സംഘർഷമുണ്ടായത്. നിലവിൽ സംഘർഷത്തിൽ പോലീസിനടക്കം പരിക്കേറ്റു. ASP അടക്കമുള്ളവർ സംഭവസ്ഥലത്ത് എത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. പാലക്കാട് കോട്ട മൈതാനത്താണ് ഈ ഒരു ജനസഭ ഇന്ന് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് സംഭവിച്ചത്? വിഷ്ണു, ജനം ടിവിയുടെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ ജനസഭ പാലക്കാട് കോട്ട മൈതാനിയിൽ നടന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഈ ജനസഭയെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വലിയ പ്രകോപനം ഉണ്ടായത്. ഞാൻ ഈ നിൽക്കുന്ന കോട്ട മൈതാനിയിലെ സ്ഥലത്താണ് പരിപാടി നടന്നത്. ഈ പരിപാടി നടക്കുന്ന വേളയിൽ ഇവിടെ കുറച്ച് ആളുകൾ, ഒരുപാട് ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ലൈറ്റിന്റെ ഈ ഒരു വശത്തായിരുന്നു ആളുകൾ ഈ ബോർഡിന്റെ ഭാഗത്തായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും ഈ BJPയുടെ പ്രതിനിധിയായി NDAയുടെ പ്രതിനിധിയായി എത്തിയ പ്രശാന്ത് ശിവന് നേരെ അസഭ്യവർഷം ഇവിടെ നിന്നും ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ അസഭ്യവർഷം ഉണ്ടായതോടുകൂടി പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്ക് ഉൾപ്പെടെ കലാശിക്കുകയായിരുന്നു. വ്യാപകമായി നമ്മുടെ ഉപകരണങ്ങളെ ഉൾപ്പെടെ നശിപ്പിച്ചു. മറ്റ് ചെയറുകളെയും മറ്റുമൊക്കെ നശിപ്പിക്കുന്ന ഒരു നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏതായാലും പരിപാടിയുടെ തത്സമയ സംപ്രേഷണത്തിൻ്റെ ഇടെയാണ് ഇത്തരം ഒരു പ്രകോപനം ഉണ്ടായത് എന്നുള്ളതാണ്. പോലീസ് നന്നേ പാടുപെട്ടാണ് ഇവരെ നിയന്ത്രിച്ചത്. ഇതിനിടയ്ക്ക് ഒരു പോലീസുകാരൻ്റെ കൈക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തു. നമ്മുടെ ഈ ചർച്ചയുടെ അവതാരകനായ അനിൽ നമ്പ്യാർ ചേരുകയാണ്. ഈ ഒരു പെട്ടെന്ന് ബോധപൂർവം അവിടെ നിന്നൊരു പ്രകോപനം ഉണ്ടാവുകയായിരുന്നു. തീർച്ചയായും, കാരണം വളരെ സമാധാനപരമായിട്ടായിരുന്നു സംവാദം പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ തുടക്കത്തിലൊക്കെ 3 പ്രതിനിധികളും കൃത്യമായിട്ട് വിശദീകരണം നൽകി. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് കാരണം അലങ്കോലപ്പെട്ടത്. കൃത്യമായിട്ട് മറുപടി നൽകാൻ UDFൻ്റെയോ LDFൻ്റെയോ പ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായതും. മാത്രമല്ല, എൻ്റെ തൊട്ട് പിറകിൽ നിന്നിരുന്ന ഒരു പെൺകുട്ടി, അത് KSU പ്രവർത്തകയാണെന്ന് പറയുന്നു. ആ പെൺകുട്ടി എനിക്കും കേൾക്കായിരുന്നു. കാരണം വളരെ മോശം ഭാഷയാണ് ഉപയോഗിച്ചത്. ഇവിടെ നിന്നിരുന്നവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ഭാഷയിലാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് അവർ പ്രകോപിതരായത്. തുടക്കത്തിൽ ആരും അറിയായിരുന്നല്ലോ. തുടക്കത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിന് ശേഷം പിന്നെ അവർ സമാധാനപരമായിട്ട് നിന്നു. പക്ഷേ വീണ്ടും അതേ ഭാഷ ഉപയോഗിച്ചു. അതൊരു വനിതയാണ്. അതുകൊണ്ടാണ് അവർ പ്രകോപിതരായത്. അത് നേരെ അടിയിലും കസേര ഏറിലും ഒക്കെ കലാശിച്ചു. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. കസേര ഏറ്, നമുക്കറിയാം, ജനസഭ കട്ടപ്പനയിലെ കസേര ഏറിന് ശേഷം ഇന്ന് പാലക്കാടാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായത്. പരിപാടിയല്ല സംഘടിപ്പിക്കുന്നത്. ഇതിനു മുമ്പൊക്കെ പരിപാടി സംഘടിപ്പിച്ചാണ്. പക്ഷേ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന വേളയാണ്. കോട്ട മൈതാനിയിൽ നാളെ കൊട്ടിക്കലാശത്തേക്ക് കടക്കുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു അലങ്കോലപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അത് എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇവിടെ മാത്രമല്ല, മറ്റ് ചാനലുകളൊക്കെ ഇതേപോലുള്ള സംവാദം സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോഴും ഒരു ചാനലിൻ്റെ സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മനഃപൂർവ്വം അലങ്കോലപ്പെടുത്താൻ വേണ്ടി തന്നെ വന്നതാണ്. കാരണം തുടക്കം മുതലേ എൻ്റെ പിറകിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അവർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമുക്കറിയാലോ, ഒരു ക്രൗഡ് എങ്ങനെ അത് രൂപപ്പെടുത്തി എടുക്കാമെന്നുള്ളത്, അവർക്ക് പ്രശ്നങ്ങൾ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ചയൊക്കെ പുറകിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു വനിത, അത് KSUവിൻ്റെ പ്രവർത്തകയാണെന്ന് പറയുന്നു. ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ട് അസഭ്യം പറഞ്ഞു എന്നുള്ളതാണ്. തെറി പറഞ്ഞു, അസഭ്യം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അവരാദ്യം ഒന്ന് സഹിച്ചു. പക്ഷേ പിന്നെ അവരുടെ കൺട്രോൾ പോയി. സ്വാഭാവികമായിട്ടും അതൊരു അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണല്ലോ. അതുകൊണ്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായത്. ഈ NDA പ്രതിനിധിയായ പ്രശാന്ത് ശിവനെ ഉൾപ്പെടെയാണ് അസഭ്യം പറഞ്ഞത് തോന്നുന്നു. തീർച്ചയായും.